ഹലോ, നമസ്കാരം. അളിയൻ്റെ സ്വന്തം കൃഷിയിടത്താണ് നിൽക്കുന്നത്. ഇതാണ്ട, നമുക്ക് വേനൽക്കാലമാകുമ്പോൾ കരിമ്പ് എല്ലാം ഇങ്ങനെ ഒരുവിധം ഇലയൊക്കെ കൊഴിഞ്ഞു പോടാൻ. അതിനെങ്ങനെ നമുക്ക് സംരക്ഷിച്ചെടുക്കാം എന്ന ഒരു ടിപ്പാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ കരിമ്പിനൊക്കെ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. തുച്ഛമായ വിലയ്ക്ക് കരിമ്പ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് എന്തായാലും നമുക്ക് കൃഷി നോക്കാം. കൃഷി, അതായത് ഈ കരിമ്പിനെ എങ്ങനെ നമുക്ക് സംരക്ഷിച്ചെടുക്കുക എന്നുള്ളത്. അതായത് നമുക്ക് ആദ്യം ഇത് ഉണങ്ങി നിൽക്കുന്ന ഇലകളെല്ലാം നമ്മൾ ഇതുപോലെ ഇങ്ങനെ പറിച്ച് കളയാം. കംപ്ലീറ്റ് ഇലയും പറിച്ച് കളയരുത്. ഉണങ്ങി നിൽക്കുന്ന ഇല മാത്രമേ പറിച്ച് കളയാവൂ. അതിനുശേഷം ചുവട് ചേർത്തൊരിക്കലും വെട്ടരുത്. മാറി ഇങ്ങനെ ചുറ്റുവര് ഇത്രയും മതി, സിമ്പിളായിട്ട് മതി. അതിമനോഹരമായിട്ട് ഇതിൻ്റെ ചുവട് ഞാനിങ്ങനെ കിളച്ച് വെച്ചിട്ടുണ്ട്. ചുവട് നല്ല കിളച്ച ശേഷം നല്ല ഉണക്ക ചാണകപ്പൊടി. കുറച്ചിട്ടാൽ മതി. കാരണം എന്ന് വെച്ചാൽ ചാണകത്തിനൊക്കെ ഭയങ്കര വിലയാണ്. ഒരു ചാക്കിന് 120 രൂപ. അതുകൊണ്ട് ചാണകം കുറച്ചൊക്കെ ഇട്ടാൽ മതി. അല്ലാതെ വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല. ഓക്കെ, അപ്പോൾ ചാണകം ഇട്ടിട്ട് എല്ലാവരും പറയും ഉറുമ്പ് ചെതൽ ശല്യമുണ്ട്. അതുകൊണ്ട് ഇച്ചിരി DDT പൊടി. എല്ലാവരും ചിലപ്പോൾ തെറി വിളിക്കും DDT പൊടി ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന്. പക്ഷേ അത് ഇട്ടില്ലെങ്കിൽ നമുക്കൊന്നും കിട്ടത്തില്ല കരിമ്പ്. അപ്പോൾ ചാണകമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചുവട്ടിൽ കുറച്ച് മണ്ണിടാം. അങ്ങനെ അളിയൻ കിളച്ച് മറിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒത്തിരി കരിമ്പുണ്ട്. കണ്ട, നമുക്ക് കാണിച്ചു തരാണ്. ഇത് കരിമ്പുണ്ടെങ്കിലേ നല്ലതാണ്. ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാം. അതിനകത്ത് വിറ്റാമിൻ എന്തൊക്കെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല. അതൊന്നും ഇനി താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളായിരുന്നു. അതൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് വീട്ടിൽ തന്നെ നല്ല കരിമ്പിൻ ജ്യൂസൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കുടിക്കാം. ഇത് ഞാൻ മറയൂരിൽ പോയപ്പോൾ കൊണ്ടുവന്ന കരിമ്പാണ്. മറയൂർ ശർക്കരയൊക്കെ ഉണ്ടാക്കുന്നില്ലേ കരിമ്പ്, അവിടെ ചെന്ന് കൊണ്ടുവന്ന കരിമ്പാണ്. നമുക്ക് പെട്ടെന്ന് ഇത് വളരും. എന്തായാലും വേണ്ട, കരിമ്പായി പെട്ടെന്ന് ഒടിഞ്ഞു വരും. നല്ല സോഫ്റ്റാണ് ഈ കരിമ്പ്, മറയൂർ കരിമ്പ്. എന്തായാലും അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. അതിൻ്റെ കരിമ്പ് കൃഷി ഒന്ന് കണ്ടോ. ഇതൊക്കെ എൻ്റെ കരിമ്പ് കൃഷിയാണ്.